ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലൻ ടേസ്റ്റുള്ള സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. മക്കൾസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അതുപോലെ മയോണൈസൊക്കെ ഇഷ്ടപ്പെടുന്ന, മയോണൈസ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എന്നും സമോസയും കട്ട്ലറ്റും ഒക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ 3 മുട്ട എടുക്കുക. 3 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു സവാളയുടെ പകുതി കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ മല്ലിയില ചേർക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക, പേസ്റ്റ് ചേർക്കണ്ട കേട്ടോ. പിന്നെ ബ്രെഡ് ക്രംസ് വേണം. അതുപോലെ തന്നെ മുട്ടയുടെ ബാറ്ററോ അല്ലെങ്കിൽ മൈദയുടെ ബാറ്ററോ എടുക്കാം. മൈദയുടെ ബാറ്ററാണ് കുറച്ചും കൂടി നല്ലത്, എണ്ണ കുടിക്കാതിരിക്കാനൊക്കെ. പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിപാടി പെട്ടെന്ന് കഴിയും കേട്ടോ. സിമ്പിളാണ് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ്, മുട്ട, സവാള, മല്ലിയില, അതുപോലെ തന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ കൈവച്ച് കുഴച്ച് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ സ്മാഷർ ഇതൊക്കെ വെച്ച് ഉടച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ച സമയത്ത് നമുക്കിതുപോലെ മിക്സാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. 1-2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. നമുക്കിതൊന്ന് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത് ഒന്നങ്ങ് ടൈറ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. നമ്മളിത് കുഴച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസായിട്ട് പോവാതിരിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർക്കുക, പോരാന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് മയോണൈസ്. അപ്പോൾ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ലൂസാണെങ്കിൽ അതൊന്ന് ടൈറ്റായിട്ട് ഒന്ന് കട്ടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ലൂസല്ലാതെ കുറച്ച് കട്ടിയായിട്ടുള്ള മയോണൈസാണ് നമുക്ക് വേണ്ടത്. ഇനിയൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത് ഇതുപോലെ എടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ മുട്ടയുടെ ഒക്കെ മിക്സിൽ അത് ഇതുപോലെ എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്നങ്ങ് പരത്തി കൊടുക്കുക. പരത്തി കൊടുത്ത ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് മയോണൈസ് വെച്ച് കൊടുക്കുക. നമ്മൾ എടുത്തിട്ടുള്ളത് എത്രത്തോളം ആണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മയോണൈസ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഇതിൻ്റെ മിക്സ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങ് നമുക്കിഷ്ടമുള്ള ഒരു രീതിയിൽ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നീളനെ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് എത്രത്തോളം വലുപ്പത്തിൽ വേണമെന്നുള്ളതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം 2-3 ചെയ്തൊക്കെ നല്ല വലുപ്പത്തിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വയറ് ഫില്ലാവാനുള്ളത് ഉണ്ടാവും. ഇതപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തത് ഞാൻ മൈദയുടെ ബാറ്ററിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മൈദയുടെ ബാറ്ററിന് പകരം നിങ്ങൾക്ക് മുട്ടയുടെ ബാറ്റർ വേണമെങ്കിലും എടുക്കുക. പക്ഷേ എപ്പോഴും മുട്ടയുടെ ബാറ്ററിനെക്കാട്ടിലും മൈദയുടെ ബാറ്റർ തന്നെയാണ് നല്ലത്, എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ബ്രെഡിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക കേട്ടോ. സിമ്പിളാണ് ചെയ്തെടുക്കുക, ഒരു പ്രയാസമില്ല, എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോൾ 2 ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊന്നുമില്ല, ഇത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം മീഡിയം സൈസിൽ തന്നെ ഫ്ലെയിം കയറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലും ഇടണ്ട, ഹൈ ഫ്ലെയിമിലും ഇടണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിതായി കിട്ടും. തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് കോരുന്നുണ്ട്. എണ്ണയ്ക്ക് ഇട്ട് കൊടുത്ത പാട് തന്നെ അങ്ങ് ഇളക്കാൻ നിൽക്കണ്ട. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാനിതപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇവിടെ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. അപ്പം നമ്മുടെ
കിഡിലും ടേസ്റ്റുള്ള എഗ് മയോണൈസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും അതുപോലെ തന്നെ മയോണൈസ് ഇഷ്ടപ്പെടുന്ന മുതിർന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ, ഇഷ്ടമാവും. അപ്പോൾ മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ നല്ല നല്ല റെസിപ്പീസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്നാക്കിൻ്റെ റെസിപ്പീസൊക്കെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് കയറി നോക്കി കണ്ടോളൂ കേട്ടോ. അടിപൊളി സ്നാക്ക് റെസിപ്പീസ് തന്നെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എഗ് മയോണൈസ് ബോളിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.